Hi everyone, this is GB Sebastian. Welcome to GB's classes. In this section we are going to discuss about the company army. Company army കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. In the previous video we have discussed about the administrative changes that occurred during the time of company rule in India. ഈ കമ്പനി ആർമിയെക്കുറിച്ച് നമുക്ക് നോക്കാം. കമ്പനിയുടെ ആർമിയെക്കുറിച്ച്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആർമിയെക്കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. കമ്പനി ആർമി. Colonial rule in India brought in some ideas of administration and reform, but its power rested on the military strength. ഇപ്പോൾ കൊളോണിയൽ റൂൾ, ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യയെ കോളനി ആക്കിയിട്ട് ഭരിച്ചിരുന്ന അതിനെയാണ് പറയുന്നത് കൊളോണിയൽ റൂൾ എന്ന്. ഇന്ത്യയിലെ ആ കൊളോണിയൽ റൂള്, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൊളോണിയൽ റൂള് പുതിയ ഐഡിയാസ്, അഡ്മിനിസ്ട്രേഷനിൽ പുതിയ ഐഡിയാസും റിഫോംസിലും പല ഐഡിയാസ് എല്ലാം വന്നു, പല ചേഞ്ചസ് വന്നു. ലോകളിൽ ചേഞ്ച് വന്നു, കോടതികളിൽ ചേഞ്ച് വന്നു, അഡ്മിനിസ്ട്രേഷനിൽ ചേഞ്ച് വന്നു. ബട്ട് ഇറ്റ്സ് പവർ റെസ്റ്റഡ് ഓൺ ഇറ്റ്സ് മിലിറ്ററി സ്ട്രെങ്ത്. മെയിനായിട്ടുള്ള ഈ കൊളോണിയൽ റൂളിൻ്റെ അല്ലെങ്കിൽ ഈ കമ്പനിയുടെ മെയിൻ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അവരുടെ മിലിറ്ററി സ്ട്രെങ്ത് ആയിരുന്നു. അതിലാണ് ഒരുപാട് ചേഞ്ചസ് നമുക്ക് കാണാൻ പറ്റുക. The Mughal army was mainly composed of cavalry. മുഗൾ ആർമിക്ക് മെയിനായിട്ടുണ്ടായിരുന്നത് കാവലറി എന്ന് പറഞ്ഞാൽ സവാർസ്, അതായത് ട്രെയിൻഡ് സോൾജിയേഴ്സ് ഓൺ ഹോഴ്സ് ബാക്ക്. അതായത് ഇതാണ് സവാർ അല്ലെങ്കിൽ കുതിരപ്പട. എ സവാർ ഓഫ് ബംഗാൾ ഇൻ ദ സർവീസ് ഓഫ് ദ കമ്പനിയുടെ സർവീസിൽ ഒരു ബംഗാളിലെ ഒരു സവാറാണ് ഈ ചിത്രത്തിൽ കാണുന്നത്. പെയിൻറ്റഡ് ബൈ അൺനോൺ ഇന്ത്യൻ ആർട്ടിസ്റ്റ്. 1780 ഏതോ ഒരു ഇന്ത്യൻ ആർട്ടിസ്റ്റ് വരച്ച പടമാണത്. ആഫ്റ്റർ ദ ബാറ്റിൽസ് വിത്ത് ദ മറാഠാസ് ആൻഡ് ദ മൈസൂർ റൂളേഴ്സ്, മറാഠാസിനോടും മൈസൂർ റൂളറോടും മൈസൂരിലെ റൂളേഴ്സുമായിട്ടും ബാറ്റിൽ നടത്തിയിട്ട് ദ കമ്പനി റിയലൈസ്ഡ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ദി സ്ട്രെങ്തനിങ് ഓഫ് ഇറ്റ്സ് കാവലറി ഫോഴ്സ്. അപ്പോൾ ഈ മറാഠാസിൻ്റെ കൂടെയും മൈസൂർ റൂളേഴ്സിൻ്റെയൊക്കെ എഗെയിൻസ്റ്റായിട്ട് ബാറ്റിൽ ചെയ്തപ്പോൾ, യുദ്ധം നടത്തിയപ്പോൾ കമ്പനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇമ്പോർട്ടൻസ് ഓഫ് സ്ട്രെങ്തനിങ് ദെയർ കാവലറി ഫോഴ്സ്. അവരുടെ കുതിരപ്പട ഒരുപാട് സ്ട്രെങ്തൻ ചെയ്യണം എന്ന്, കുതിരപ്പടയെ കുറച്ചും കൂടിയൊക്കെ പവർഫുൾ ആക്കണമെന്ന് അവർക്ക് മനസ്സിലായി. അതാണ് ഒരു കാവലറി അല്ലെങ്കിൽ സവാർ. അപ്പോൾ ഈ മുഗൾ ആർമി വാസ് മെയിൻലി കമ്പോസ്ഡ് ഓഫ് കാവലറി. മുഗൾ ആർമിക്ക് മെയിനായിട്ട് കാവലറി ഉണ്ടായിരുന്നു ആൻഡ് ഇൻഫൻട്രിയും കാവലറി എന്ന് പറഞ്ഞാൽ കുതിരപ്പട. ഈ ഇൻഫൻട്രി എന്ന് പറയുന്നത് കാലാൾപ്പട. ദാറ്റ് ഈസ് പൈദൽ എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ പൈദൽ എന്ന് പറഞ്ഞാൽ കാൽനട, അതായത് ഫൂട്ട് സോൾജിയേഴ്സ്, നടക്കുന്ന, അതായത് ആളുകൾ സോൾജിയേഴ്സ് ഇങ്ങനെ നടന്ന് അല്ലെങ്കിൽ ഓടിയൊക്കെ യുദ്ധം ചെയ്യുക, നിലത്ത് നിന്ന് യുദ്ധം ചെയ്യുന്ന ആൾക്കാരാണ് കാലാൾപ്പട അല്ലെങ്കിൽ പൈദൽ സോൾജിയേഴ്സ് എന്ന് അല്ലെങ്കിൽ ഫുഡ് സോൾജിയേഴ്സ് എന്ന് പറയും. അപ്പോൾ അങ്ങനെ കാവലറി ഉണ്ട്, ഇൻഫൻട്രി കാലാൾപ്പടയാണ്. ദേ വർ ഗിവൺ ട്രെയിനിങ് ഇൻ ആർച്ചറി. അവർക്ക് ആർച്ചറിയിൽ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. തീരന്താസ് എന്ന് ഹിന്ദിയിൽ പറയും. തീരന്താസി എന്ന് പറഞ്ഞാൽ തീരന്താസി എന്ന് പറഞ്ഞാൽ ഈ അമ്പെയ്ത്ത്. ആൻഡ് ദി യൂസ് ഓഫ് സ്വാഡ് എന്ന് പറഞ്ഞാൽ വാള് കൊണ്ട് വെട്ടാനും അതിനുള്ള ട്രെയിനിങ്ങിലൊക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ട്. കാവലറി ഡോമിനേറ്റഡ് ദ ആർമി. കാവലറി എന്ന് പറയുന്നത് കുതിരപ്പട. ഡോമിനേറ്റഡ് ദ ആർമിയിൽ അവരുടെ ആയിരുന്നു ഡോമിനേഷൻ, അവരായിരുന്നു പവർഫുൾ. ആൻഡ് ദി മുഗൾ സ്റ്റേറ്റ് ഡിഡ് നോട്ട് ഫീൽ ദ നീഡ് ടു ഹാവ് എ ലാർജ് പ്രൊഫഷണലി ട്രെയിൻഡ് ഇൻഫൻട്രി. മുഗൾ സ്റ്റേറ്റിന് ഇങ്ങനെ തോന്നി, അവർക്ക് പ്രൊഫഷണലി ട്രെയിൻഡായ ഒരു ഇൻഫൻട്രി അല്ലെങ്കിൽ കാലാൾപ്പടേൻ്റെ ആവശ്യമില്ല എന്ന് മുഗൾസിന് തോന്നുകയും ചെയ്തു. ആൻഡ് ദ റൂറൽ ഏരിയാസ് ഹാഡ് എ ലാർജ് നമ്പർ ഓഫ് ആംഡ് പെസൻസ്. റൂറൽ ഏരിയാസിലെല്ലാം, ഇന്ത്യയുടെ റൂറൽ ഏരിയാസിലെല്ലാം ആംഡ് പെസൻസ് കൃഷിക്കാർ, അതായത് യുദ്ധത്തിന് സന്നദ്ധരായ അല്ലെങ്കിൽ ട്രെയിനിങ് ലഭിച്ച ആംഡ് പെസൻസ് ഉണ്ട്, കൃഷിക്കാരുണ്ട്. ആൻഡ് ദ ലോക്കൽ ജമീന്ദാർസ് ഓഫൻ സപ്ലൈഡ് ദ മുഗൾസ് വിത്ത് പൈദൽ സോൾജിയേഴ്സ്. ഈ ഫുഡ് സോൾജിയേഴ്സ് അല്ലെങ്കിൽ കാലാൽപ്പട
ലോക്കലായിട്ടുള്ള ജമീന്ദാർമാരും ഈ മുഗൾ എംപറേഴ്സിന് കൊടുക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ഇൻഫൻട്രിയിൽ വലിയ കാര്യമായിട്ട് ഈ മുഗൾസ് ഫോക്കസ് ചെയ്തില്ല. ആ സമയത്ത് അവർ മെയിനായിട്ട് കാവലറിയിലാണ് ഫോക്കസ് ചെയ്തത്. ദ ചേഞ്ച് ഒക്കേർഡ് ഇൻ ദ 18th century. 18th centuryയിലാണ് ഈ ചേഞ്ചസ് വരുന്നത്. വെൻ മുഗൾ സക്സസർ സ്റ്റേറ്റ്സ് ലൈക്ക് അവധ് ആൻഡ് ബനാറസ് സ്റ്റാർട്ടഡ് റിക്രൂട്ടിംഗ് പെസൻസ് ഇൻ ടു ദെയർ ആർമീസ്. ഈ അവധും ബനാറസും ഒക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? സ്റ്റാർട്ടഡ് റിക്രൂട്ടിംഗ് പെസൻസ്, ഈ കൃഷിക്കാരെ അവരുടെ ആർമിയിലോട്ട് റിക്രൂട്ട് ചെയ്തു, ജോലിക്കെടുത്തു. ആൻഡ് ട്രെയിനിങ് ദെം ആസ് പ്രൊഫഷണൽ സോൾജിയേഴ്സ്. അവരെ എന്നിട്ട് ട്രെയിനിങ് കൊടുത്ത് പ്രൊഫഷണൽ സോൾജിയേഴ്സ്, പട്ടാളക്കാരാക്കി മാറ്റുകയാണ് ഈ അവധിലും ബനാറസിലും ഒക്കെ. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അഡോപ്റ്റഡ് ദ സെയിം മെത്തേഡ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും സെയിം മെത്തേഡ്, ഈ പെസൻസിനെ അല്ലെങ്കിൽ കൃഷിക്കാരെ ആർമിയിലോട്ട് അല്ലെങ്കിൽ ആരെയും ആർമിയിലോട്ട് റിക്രൂട്ട് ചെയ്ത് അവർക്ക് ട്രെയിനിങ് കൊടുക്കാൻ ആ ഒരു മെത്തേഡ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാരും അവരും സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ബിഗാൻ റിക്രൂട്ട്മെൻറ്റ് ഫോർ ഇറ്റ്സ് ഓൺ ആർമി. സ്വന്തം ആർമിക്ക് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും സെയിം ആയിട്ട് റിക്രൂട്ട്മെൻറ്റ് നടത്തി. അതായത് ജോലിക്ക് ആളെടുക്കാൻ തുടങ്ങി, പട്ടാള ജോലിക്ക്. വിച്ച് കെയിം ടു ബി നോൺ ആസ് ദി സിപ്പോയ് ആർമി. സിപ്പോയ് ആർമി എന്നാണ് ആ ബ്രിട്ടീഷുകാർ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാർ അപ്പോയിൻ്റ് ചെയ്യുന്ന, ജോലിക്ക് വയ്ക്കുന്ന ആ പട്ടാളക്കാരെ വിളിക്കുന്നത് സെപ്പോയ് ആർമി. സെപ്പോയ് എന്ന് പറയുന്നത് എങ്ങനെയാണ് വന്നതെന്ന് പറഞ്ഞാൽ ഫ്രം ദി ഇന്ത്യൻ വേർഡ് സിപ്പാഹി. സിപ്പാഹി എന്ന് പറഞ്ഞാൽ സോൾജർ എന്നാണ് അർത്ഥം, മീനിങ് സോൾജർ. അപ്പോൾ അങ്ങനെ സിപ്പാഹി എന്ന വേർഡിൽ നിന്നാണ് ഈ സെപ്പോയ് ആർമി എന്ന ഈ വേർഡ് ഉണ്ടായത്. ആസ് വെൽഫെയർ ടെക്നോളജി ചേഞ്ച്ഡ്, വാർഫെയർ എന്ന് പറഞ്ഞാൽ യുദ്ധം. ഈ വാർഫെയർ ടെക്നോളജി ചേഞ്ച്ഡ് ഫ്രം 1820s. 1820 മുതൽ ഈ വാർഫെയർ ടെക്നോളജി, യുദ്ധത്തിൻ്റെ ടെക്നോളജി ചേഞ്ച് ചെയ്തു. ദി കാവലറി റിക്വയർമെൻറ്റ്സ് ഓഫ് ദ ആർമി ഡിക്ലൈൻഡ്. ആ കമ്പനീൻ്റെ ആർമിയുടെ ഈ കാവലറി റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ കുതിരപ്പടേൻ്റെ റിക്വയർമെൻറ്റ് കുറഞ്ഞു. ഇവിടെ 2-3 ടേംസ് കൊടുത്തിട്ടുണ്ട്. സവാർ എന്ന് പറഞ്ഞാൽ മെൻ ഓൺ ഹോഴ്സസ്, അതായത് കുതിര ഓടിക്കുന്ന ആൾക്കാർ. മസ്കറ്റ് എന്ന് പറയുന്നത് ഒരു ഹെവി ഗൺ യൂസ്ഡ് ബൈ ഇൻഫൻട്രി സോൾജിയേഴ്സ്. കാലാൾപ്പട അവർ ഉപയോഗിക്കുന്ന വലിയൊരു ഹെവി ആയിട്ടുള്ള ഗണ്ണാണ് ഈ മസ്കറ്റ്. മാച്ച് ലോക്ക് എന്ന് പറഞ്ഞ ഒരു ഏർലി ടൈപ്പ് ഓഫ് ഗണ്ണാണ്. ഇൻ വിച്ച് ദ പൗഡർ വാസ് ഇഗ്നൈറ്റഡ് ബൈ എ മാച്ച്. ഒരു മാച്ചസ് കൊണ്ടാണത് പൗഡർ ഇഗ്നൈറ്റ് ചെയ്യുന്നത്. ഈ ടേംസ് ഇനി അടുത്ത ഇതിൽ വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് കാണിച്ചത്. അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ വാർഫെയർ ടെക്നോളജി ചേഞ്ചായി 1820 മുതൽ. അപ്പോൾ കാവലറി റിക്വയർമെൻറ്റ്സ്, ഈ കുതിരപ്പടേൻ്റെ റിക്വയർമെൻറ്റ് കമ്പനിക്ക് കുറച്ച് കുറഞ്ഞു. അതുപോലെ തന്നെ ദിസ് ഈസ് ബിക്കോസ് ദ ബ്രിട്ടീഷ് എംപയർ വാസ് ഫൈറ്റിംഗ് ഇൻ ബർമ. ഈ ബ്രിട്ടീഷ് എംപയർ ആ സമയത്ത് എവിടെയാണ് ഫൈറ്റ് ചെയ്യുന്നത്? ബർമയിലും അഫ്ഗാനിസ്ഥാനിലും ഈജിപ്തിലും ഒക്കെ ഫൈറ്റ് ചെയ്യാണ്. വേർ ദ സോൾജിയേഴ്സ് വെർ ആംഡ് വിത്ത് മസ്കറ്റ്സ് ആൻഡ് മാച്ച് ലോക്സ്. അവിടെ ഈ സോൾജിയേഴ്സിന് മെയിനായിട്ട് മസ്കറ്റ് നമ്മൾ എന്താണെന്ന് നോക്കി, ഈ കാലാൾപ്പട ഉപയോഗിക്കുന്ന ഹെവി ഗൺസ്, അതൊക്കെ വെച്ചാണ് അവിടെ യുദ്ധം ചെയ്യുന്നത്. മാച്ച് ലോക്സ്, വലിയ ഗണ്ണുകൾ, അതിൽ ഈ പൗഡറൊക്കെ നിറച്ചിട്ട് കത്തിച്ച് വിടുന്ന അങ്ങനെയുള്ള ഗണ്ണുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ കുതിരപ്പട ഉണ്ടായിട്ട് കാര്യമില്ല, അപ്പോൾ ഈ ഇങ്ങനെയുള്ള ഗണ്ണും കാര്യങ്ങളൊക്കെ വേണം. ദ സോൾജിയേഴ്സ് ഓഫ് ദ കമ്പനീസ് ആർമി ഹാഡ് ടു കീപ് പേസ് വിത്ത് ചേഞ്ചിങ് മിലിറ്ററി റിക്വയർമെൻറ്റ്സ്. ആ ചേഞ്ച് ചെയ്യുന്ന, മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന മിലിറ്ററി റിക്വയർമെൻറ്റിൻ്റെ ഒപ്പം കിടപിടിക്കണം, അല്ലെങ്കിൽ ഇവർ തോറ്റുപോകും. അപ്പോൾ കമ്പനിയുടെ സോൾജിയേഴ്സിനും ഇങ്ങനെ ആ ഒരു ചേഞ്ചസിനനുസരിച്ച് അവർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തണം. ആൻഡ് ഇറ്റ്സ് ഇൻഫൻട്രി റെജിമെൻറ്റ്സ് നൗ ബിക്കെയിം മോർ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ആദ്യം ഇൻഫൻട്രി അല്ലെങ്കിൽ കാലാൾപ്പട വലിയ കാര്യം ഉണ്ടായിരുന്നില്ല, കുതിരപ്പടയ്ക്കായിരുന്നു ഡോമിനേഷൻ. പക്ഷേ ഇവിടെ ഇപ്പോൾ ഗൺസൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ മെയിനായിട്ടും ഈ ഇൻഫൻട്രി റിക്വയർമെൻറ്റ്സ്, ഇൻഫൻട്രി കാലാൾപ്പടയ്ക്ക് ഇമ്പോർട്ടൻ്റായി. എന്നാലല്ലേ അവർക്ക് ഗണ്ണ് വെച്ച് യുദ്ധം ചെയ്യാൻ പറ്റുള്ളൂ, വെടിവെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ കമ്പനി അവരുടെ സോൾജിയേഴ്സിനും ഇങ്ങനെയുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്താൻ തുടങ്ങി, അവരുടെ ആർമിയിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്താൻ തുടങ്ങി. ഇത് ഏർലി 19th century ആദ്യം തൊട്ട്
ബ്രിട്ടീഷ് ബിഗാൻ ടു ഡെവലപ്പ് യൂണിഫോം മിലിറ്ററി കൾച്ചർ. യൂണിഫോം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും സെയിം ആയിട്ടുള്ള മിലിറ്ററി കൾച്ചർ, മിലിറ്ററിയിൽ ഉള്ള കൾച്ചർ എല്ലാവരുടെയും ഒരേ സെയിം റൂൾസ്, സെയിം റെഗുലേഷൻസ്, സെയിം കൾച്ചർ. അങ്ങനെ ഒരു യൂണിഫോം മിലിറ്ററി കൾച്ചർ 19th സെഞ്ച്വറീൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ബ്രിട്ടീഷ് തുടങ്ങി വെച്ചു. സോൾജിയേഴ്സ് വെയർ ഇൻക്രീസിംഗ്ലി സബ്ജക്റ്റഡ് ടു യൂറോപ്യൻ സ്റ്റൈൽ ഓഫ് ട്രെയിനിങ്. അപ്പോൾ ഈ സോൾജിയേഴ്സിനെ യൂറോപ്യൻ സ്റ്റൈലിലുള്ള ട്രെയിനിങ് കൊടുത്തു, ഡ്രില്ല് കൊടുത്തു, അതുപോലെ തന്നെ ആൻഡ് ഡിസിപ്ലിൻ അവരിൽ കൊണ്ടുവന്നു. യൂറോപ്യൻ സ്റ്റൈൽ ഓഫ് ട്രെയിനിങ്, ഡ്രിൽ ആൻഡ് ഡിസിപ്ലിൻ ദാറ്റ് റെഗുലേറ്റഡ് ദിയർ ലൈഫ് ഫാർ മോർ ദാൻ ബിഫോർ. അപ്പോൾ പണ്ടുണ്ടായിരുന്ന അവരുടെ ജീവിതത്തെ ആ പട്ടാളക്കാരുടെ ജീവിതത്തെ ഒരുപാട് മാറ്റിമറിച്ചു, ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് അവരിൽ വന്നു. അപ്പോൾ ഓഫൻ ദിസ് ക്രിയേറ്റഡ് പ്രോബ്ലംസ്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഡെവലപ്മെൻറ്റ്സ് പ്രോബ്ലംസും ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറേ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. സിൻസ് കാസ്റ്റ് ആൻഡ് കമ്മ്യൂണിറ്റി ഫീലിങ്സ് വെർ ഇഗ്നോർഡ്. കാസ്റ്റ് ഫീലിങ്സും അവരുടെ കമ്മ്യൂണിറ്റി ഫീലിങ്സൊക്കെ ഇഗ്നോർ ചെയ്യപ്പെട്ടു. അപ്പോൾ ബിൽഡിങ് എ ഫോഴ്സ് ഓഫ് പ്രൊഫഷണൽ സോൾജിയേഴ്സ്. അപ്പോൾ ഒരു പ്രൊഫഷണൽ സോൾജിയേഴ്സിനെ ബിൽഡ് ചെയ്യുന്ന ആ പ്രോസസ്സിൽ, ആ ട്രെയിനിങ്ങിലെല്ലാം ഇവരുടെ കമ്മ്യൂണിറ്റി ഫീലിങ്സും അവരുടെ കാസ്റ്റ് ഫീലിങ്സും അതായത് ഈ സിപ്പോയ് ആർമിയിലും ബ്രിട്ടീഷുകാരുടെ കമ്പനിയുടെ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആർമിയിലും ആരെയാണ് അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നത്? ഇന്ത്യയിലെ കൃഷിക്കാരെയും ഇന്ത്യയിലെ ആൾക്കാരെയൊക്കെയാണ്. അപ്പോൾ അവരുടെ കമ്മ്യൂണിറ്റി ഫീലിങ്സും അവരുടെ കാസ്റ്റ് ഫീലിംഗ്, ജാതി ഫീലിങ്സും അതിനെല്ലാം അവർ കൺസിഡർ ചെയ്തില്ല. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. കുഡ് ഇൻഡിവിജ്വൽസ് സോ ഈസിലി ഗിവ് അപ്പ് ദെയർ കാസ്റ്റ് ആൻഡ് റിലീജിയസ് ഫീലിങ്സ്? ആ ഇൻഡിവിജ്വൽസ്, ഈ സാധാരണ ജനങ്ങളെയാണ് അവർ ആ ആർമിയിൽ, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആർമിയിൽ അപ്പോയിൻ്റ് ചെയ്തത്. അവർക്ക് പെട്ടെന്ന് തന്നെ അവരുടെ കാസ്റ്റ് ഫീലിങ്സും റിലീജിയസ് ഫീലിങ്സ് എല്ലാം മറക്കാൻ പറ്റുമോ? കുഡ് ദേ സീ ദെംസെൽഫ് ആസ് സോൾജിയേഴ്സ്? അവർ ഒരു പട്ടാളക്കാർ മാത്രമായിട്ട് പെട്ടെന്ന് മാറാൻ പറ്റുമോ? നോട്ട് ആസ് മെമ്പേഴ്സ് ഓഫ് ദ കമ്മ്യൂണിറ്റീസ്. അവരുടെ കമ്മ്യൂണിറ്റീസിൻ്റെ മെമ്പറും അല്ലെങ്കിൽ ഒരു ജാതിയും റിലീജിയനും റിലീജിയസ് ബിലീഫ്സൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം മറന്നു കളയാൻ പറ്റുമോ അത്ര പെട്ടെന്ന്? വാട്ട് ഡിഡ് ദ സിപ്പോയ്സ് ഫീൽ? സിപ്പോയ് എന്ന് പറഞ്ഞാൽ ആ സിപ്പാഹികൾ, ആ പട്ടാളക്കാർ, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാർ അപ്പോയിൻ്റ് ചെയ്ത ഇന്ത്യക്കാരായ പട്ടാളക്കാർ. അവർക്ക് എന്താണ് ഫീൽ ചെയ്തത്? അവർക്ക് എന്തായിരുന്നു അവരുടെ മനസ്സിലൂടെ പോയിക്കൊണ്ടിരുന്നത്? ഹൗ ഡിഡ് ദേ റിയാക്ട് ടു ദ ചേഞ്ചസ് ഇൻ ദെയർ ലൈഫ്സ്? അവരുടെ ജീവിതത്തിൽ ഉണ്ടായ ചേഞ്ചസിൽ അവരെങ്ങനെയാണ് റിയാക്ട് ചെയ്തത്? ആൻഡ് ദെയർ ഐഡൻറ്റിറ്റി, അവരുടെ ഐഡൻറ്റിറ്റി കംപ്ലീറ്റ് ഒരു പ്രൊഫഷണൽ സോൾജിയറായി മാറി. അപ്പോൾ അതുമായിട്ടുള്ള അവരുടെ റിയാക്ഷൻ എന്തായിരുന്നു? ദാറ്റ് ഈസ് ദെയർ സെൻസ് ഓഫ് ഹൂ ദേ ആർ. അവരാരാണ് എന്നൊക്കെയാണ് അവർ മനസ്സിലാക്കിയത്. ആ സിപ്പാഹികളെ എന്താണ് മനസ്സിലാക്കിയത്? ദ റിവോൾട്ട് ഓഫ് 1857 ഗിവ്സ് അസ് എ ഗ്ലിംസ് ഇൻ ടു ദ വേൾഡ് ഓഫ് സിപ്പായ്സ്. ഈ റിവോൾട്ട്, 1857 റിവോൾട്ട്, ആ വിപ്ലവം നമ്മൾക്ക് ഈ സിപ്പായ്സിൻ്റെ ലോകത്തെക്കുറിച്ച്, അവരുടെ ഫീലിങ്സിനെക്കുറിച്ച്, അവരുടെ മാറ്റത്തെക്കുറിച്ച് എല്ലാം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. യു വിൽ റീഡ് അബൌട്ട് ദ റിവോൾട്ട്, അതായത് 1857 ആ റിവോൾട്ടിനെ കുറിച്ച് ചാപ്റ്റർ 5 നമ്മൾ കൂടുതലായിട്ട് പഠിക്കും. കൺക്ലൂഷനാണ്, അവസാനത്തെ പാർട്ടായിരുന്നു ഇത്. ഏഴാമത്തെ പാർട്ടായിരുന്നു, ലാസ്റ്റ് പാർട്ടാണ് ഈ ചാപ്റ്ററിൻ്റെ. ഇത് ഇവിടെ കൺക്ലൂഷനാണ്. ദസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാസ് ട്രാൻസ്ഫോംഡ് ഫ്രം എ ട്രേഡിംഗ് കമ്പനി. ഒരു ട്രേഡറായി കച്ചവടക്കാരായി വന്ന കമ്പനി എന്തായി മാറി? ടെറിട്ടോറിയൽ കൊളോണിയൽ പവറായി മാറി. ഇന്ത്യ ഭരിക്കുന്ന, ഇന്ത്യയെ കോളനിയാക്കി വെച്ച, അതായത് ഇന്ത്യയുടെ മുകളിൽ ആധിപത്യം സ്ഥാപിച്ച ഒരു ടെറിട്ടോറിയൽ കൊളോണിയൽ പവറായി മാറുന്നതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കണ്ടത്. ദി അറൈവൽ ഓഫ് ന്യൂ സ്റ്റീം ടെക്നോളജി, അതൊരു പുതിയ സ്റ്റീം ടെക്നോളജി, ബോട്ടുകളിൽ, കപ്പലുകളിൽ ഉപയോഗിച്ചിരുന്ന പണ്ടത്തെ ടെക്നോളജി മാറിയിട്ട് സ്റ്റീം എഞ്ചിനൊക്കെ വന്നു. ഇൻ ദ ഏർലി 19th സെഞ്ച്വറിയിൽ സ്റ്റീം ടെക്നോളജി വന്നപ്പോൾ ഓൾസോ എയ്ഡഡ് ദിസ് പ്രോസസ്, അതും ഇതിന് കാരണമായി. ടിൽ ദെൻ it would take anywhere between 6 to 8 months to travel to India by sea. കടൽ വഴി ഇന്ത്യയിലോട്ടെത്താൻ ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആൾക്കാർക്ക് 6 to 8 മാസം എടുത്തിരുന്നു പണ്ട്. സ്റ്റീം ഷിപ്സ് റെഡ്യൂസ് ദ ജേർണി ടൈം ടു 3 weeks.
ഈ സ്റ്റീം ഷിപ്പുകൾ വന്നപ്പോൾ, ആവിയന്ത്രം കൊണ്ട് ഓടുന്ന ഷിപ്പുകൾ വന്നപ്പോൾ ഈ ജേണി എന്ന് പറയുന്നത് വെറും 3 ആഴ്ചയെ വേണ്ടി വന്നുള്ളൂ. അതുകൊണ്ട് എന്ത് പറ്റി? മോർ ബ്രിട്ടീഷേഴ്സ് ആൻഡ് ദെയർ ഫാമിലീസ് ടു കം ടു എ ഫാർ ഓഫ് കൺട്രി ലൈക്ക് ഇന്ത്യ. അപ്പോൾ ഒരുപാട് ബ്രിട്ടീഷേഴ്സും അവരുടെ ഫാമിലിയും ഇത്രയും ദൂരെയുള്ള ഇന്ത്യയിലോട്ട് ഒരുപാട് പേരെത്താൻ തുടങ്ങി. ബൈ 1857, 1857, the company came to exercise direct rule over about 63% of the territory. ഇന്ത്യയുടെ ഇന്ത്യയുടെ ലാൻഡിൻ്റെ 63%ഉം കമ്പനിയുടെ കയ്യിലായി. അതുപോലെ തന്നെ 78% ഓഫ് ദ പോപ്പുലേഷൻ ഓഫ് ദ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്, ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലെ ഇന്ത്യയിലെ 78%, അതായത് 4/3 ഭാഗവും മെജോറിറ്റിയും പോപ്പുലേഷനെല്ലാം ഇന്ത്യൻ ഈ കമ്പനിയുടെ റൂളിൻ്റെ അണ്ടറിലായി. കമ്പൈൻഡ് വിത്ത് ഇറ്റ്സ് ഡയറക്റ്റ് ഇൻഫ്ലുവൻസ്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ഓൺ ദ റിമൈനിങ് ടെറിട്ടറി, അവരുടെ കയ്യിലല്ലാത്ത മറ്റുള്ള ടെറിട്ടറിയിൽ ഇവരുടെ ഇൻഡയറക്റ്റ് ഇൻഫ്ലുവൻസ് അവിടെ ഉണ്ടായിരുന്നു. ഡയറക്റ്റ് അല്ലെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് അവരെ കൺട്രോൾ ചെയ്തിരുന്നു. ആൻഡ് ദ പോപ്പുലേഷൻ ഓഫ് ദ കൺട്രി, ഇവരുടെ കയ്യിലല്ലാത്ത മറ്റുള്ള പോപ്പുലേഷനും ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് അവർക്കും സഫർ ചെയ്യേണ്ടി വന്നു. ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഹാഡ് വിർച്വലി ദ ഹോൾ ഓഫ് ഇന്ത്യ അണ്ടർ ഇറ്റ്സ് കൺട്രോൾ. അപ്പോൾ ഈ നമ്മൾ കണ്ടത് അവസാനം ഓൾമോസ്റ്റ് ഇന്ത്യയുടെ ഒട്ടുമിക്ക ഭാഗങ്ങളും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൺട്രോളിലായി. ഒട്ടുമിക്ക ആൾക്കാരും അവരുടെ കൺട്രോളിലായി, ഇന്ത്യൻസ് മൊത്തം അവരുടെ കൺട്രോളിലായി. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ ഈ ചാപ്റ്റർ അവസാനിക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു കൺക്ലൂഷൻ. എൽസ്വെയർ എന്ന് പറഞ്ഞിട്ട് ഇത് കൂടെ കൊടുത്തിട്ടുണ്ട്. എൽസ്വെയർ വേറെ എവിടെയോ ലോകത്തിൻ്റെ മറ്റൊരു സ്ഥലത്ത് ഈ സമയങ്ങളിൽ നടന്ന ഒരു ചേഞ്ചാണ് ഇവിടെ പറയുന്നത്. സ്ലേവ് ട്രേഡ് ഇൻ സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്കയിലെ അടിമകളുടെ സ്ലേവ്സിൻ്റെ ട്രേഡിനെ കുറിച്ച്, അവരുടെ കച്ചവടത്തെക്കുറിച്ച്, സ്ലേവുകളെ വിൽക്കലും വാങ്ങലും ചെയ്തിരുന്നു, അടിമകളെ വിൽക്കുക വാങ്ങുകയും ചെയ്തിരുന്നു. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഡച്ച് ട്രേഡിംഗ് ഷിപ്സ് റീച്ച്ഡ് സദേൺ ആഫ്രിക്ക ഇൻ ദ 17th century. 17th centuryയിലെ ഡച്ചിൻ്റെ ട്രേഡിംഗ് ഷിപ്സ് അല്ലെ കച്ചവട ഷിപ്സ് ആഫ്രിക്കയിലെത്തി, സദേൺ പാർട്ട് ഓഫ് ആഫ്രിക്കയിലെത്തി. സൂൺ എ സ്ലേവ് ട്രേഡ് ബിഗാൻ. അങ്ങനെ അവിടെ ഒരു സ്ലേവ് ട്രേഡ്, അടിമകളുടെ കച്ചവടം തുടങ്ങി, വാങ്ങലും വിൽക്കലും. ആൻഡ് പീപ്പിൾ വെയർ ക്യാപ്ചേർഡ്. ആൾക്കാരെ അവിടുന്ന് അവരെ പിടിച്ചു, എന്നിട്ട് അവരെ ചെയിനിട്ട് ബന്ധിച്ചു, എന്നിട്ട് സോൾഡ് ഇൻ സ്ലേവ് മാർക്കറ്റ്, എന്നിട്ട് അവരെ പിടിച്ച് കെട്ടിക്കൊണ്ടുപോയി ഈ സ്ലേവ് മാർക്കറ്റിൽ വിൽക്കും. അങ്ങനെയാണ് സ്ലേവ് ട്രേഡ്. വെൻ സ്ലേവറി എൻറ്റഡ് ഇൻ 1834, 1834 ഈ അടിമത്വം അല്ലെങ്കിൽ സ്ലേവറി നിർത്തലാക്കിയപ്പോൾ വേർ 36,774 privately owned slaves at the Cape located in the southernmost ടിപ്പ് ഓഫ് ആഫ്രിക്ക. ആഫ്രിക്കേൻ്റെ സദേൺ മോസ്റ്റ് ടിപ്പിൽ കേപ്പ് എന്ന സ്ഥലത്ത് അവിടെ തന്നെ പ്രൈവറ്റ്ലി ഓൺഡ് സ്ലേവ്സ് ആയിട്ട് എത്ര പേരുണ്ടായിരുന്നു? 36,774 പേര് സ്ലേവ് ട്രേഡ് നിർത്തിയപ്പോൾ പോലും അവിടെ ഉണ്ടായിരുന്നു. എ വിസിറ്റർ ടു ദ കേപ്പ് ഇൻ 1824, 1824 ഈ 1834 10 വർഷം മുമ്പ് ഹാസ് ലെഫ്റ്റ് എ മൂവിങ് അക്കൗണ്ട് ഓഫ് വാട്ട് ഹീ സോ അറ്റ് ദ സ്ലേവ് ഓപ്ഷൻ. സ്ലേവ് ഓപ്ഷൻ എന്ന് പറയുന്നത് ലേലം. ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ലേലം. സ്ലേവ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ സ്ലേവ്സിൻ്റെ അടിമകളുടെ ലേലം. ആ ലേലത്തിൽ ഈ ഒരു വിസിറ്റർ 1824 കേപ്പിൽ വന്നപ്പോൾ, സൗത്ത് ആഫ്രിക്കയിലെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് അവിടെ എത്തിയപ്പോൾ ആ വിസിറ്റർ കണ്ട കാര്യത്തെക്കുറിച്ചാണ് ഈ താഴെ എഴുതിയിരിക്കുന്നത്. ഹാവിങ് ലേൺ ദാറ്റ് ദർ വാസ് ടു ബി സെയിൽ ഓഫ് കാറ്റിൽ, ഫാം സ്റ്റോക്ക് എക്സെട്ര ബൈ ഓപ്ഷൻ. നമ്മൾ കേട്ടിട്ടുണ്ട് ഫാം സ്റ്റോക്കും കാറ്റിലും ആടുമാടുകളെയൊക്കെ ഇങ്ങനെ ലേലം ചെയ്ത് വിൽക്കുന്നത്. വി ഹോൾട്ടഡ് അവർ വാഗൺ ഫോർ ദ പർപ്പസ് ഓഫ് പ്രൊക്യൂറിങ് ഫ്രഷ് ഓപ്ഷൻ. അപ്പോൾ കുറച്ച് കാളകളെ വാങ്ങാനായിട്ട് ഞങ്ങൾ അവിടെ നിർത്തി ആ ചന്തയിൽ. അമംഗ് ദ സ്റ്റോക്ക്, ആ സ്റ്റോക്കിൻ്റെ ഉള്ളിൽ വാസ് എ ഫീമെയിൽ സ്ലേവ്. ഒരു ഫീമെയിൽ സ്ലേവ് ഉണ്ട്, ഒരു മനുഷ്യ സ്ത്രീ. ആൻഡ് ഹെർ 3 ചിൽഡ്രൻ, 3 മക്കളും കൂടെയുണ്ട്. ദ ഫാർമേഴ്സ് എക്സാമിൻഡ് ദം. ഫാർമേഴ്സ് അവരെ നോക്കുന്നുണ്ട്. ആസ് ഇഫ് ദേ ഹാഡ് ബീൻ സോ മെനി ഹെഡ് ഓഫ് കാറ്റിൽ.
ഒരു കുറേ കന്നുകാലികളെ പോലെയാണ് അവരെയും നോക്കിക്കൊണ്ടിരുന്നത്. ദേ വേർ സോൾഡ് സെപ്പറേറ്റ്ലി. ഈ അമ്മയും കുഞ്ഞുങ്ങളെയും സെപ്പറേറ്റ് ആയിട്ടാണ് അവർ വിൽക്കുന്നത്. ആൻഡ് ടു ഡിഫറെൻറ്റ് പർച്ചേസസ്, അതായത് അവരെ വാങ്ങുന്നതും പലരുമാണ്. അപ്പോൾ അവരെല്ലാവരെയും സെപ്പറേറ്റ് ആയിട്ട് പലർക്കും വിൽക്കും. ദ ടിയേഴ്സ്, അവരുടെ കണ്ണുകളിൽ കണ്ണുനീരുണ്ട്. ആങ്സൈറ്റി കാണാം, ആംഗ്വിഷ് കാണാം ഓഫ് ദ മദർ വൈൽ ഷീ കാസ്റ്റ് ഹാർട്ട് റെൻഡറിങ് ലുക്ക് അപ്പോൺ ഹർ ചിൽഡ്രൻ. അപ്പോൾ അങ്ങനെ അമ്മ ഒന്നിനും കഴിയാതെ നിസ്സഹായമായി നോക്കി നിൽക്കുകയാണ്. മക്കളെ എല്ലാം ഓരോരുത്തർ വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. ആൻഡ് ദ സിംപ്ലിസിറ്റി ആൻഡ് ദ ടച്ചിങ് സോറോ ഓഫ് ദ പുവർ യങ് വൺസ് വൈൽ ദേ ക്ലങ് ടു ദെയർ ഡിസ്ട്രാക്റ്റഡ് പാരൻറ്റ്. ആ പാരൻറ്റിൽ നിന്ന്, ആ അമ്മയിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുന്ന മക്കളും, അങ്ങനെ വളരെ ഹാർട്ട് ടച്ചിങ് ആയ ഇൻസിഡൻസ് ആണ് ആ സമയത്ത് അവിടെ കണ്ടതെന്ന് ആ വിസിറ്റർ എഴുതി വച്ചിരിക്കുന്നു, അല്ലെങ്കിൽ പറയുന്നു. ഇതൊരു മറ്റൊരു സ്ഥലത്ത്, സൗത്ത് ആഫ്രിക്ക എന്ന സ്ഥലത്ത് അവിടെ നടക്കുന്ന ആ സ്ലേവ് ട്രേഡിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നമ്മളുടെ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.